മരുന്ന് കിടക്ക നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കുറച്ച് വലുതായിട്ടുണ്ട്. ഇന്ന് അവർക്ക് വാക്സിൻ കൊടുക്കേണ്ട ദിവസമാണ്. അതായത് ഡേ 7 പൂർത്തിയായിട്ടുണ്ട്. ഞാൻ മുൻപൊക്കെ പറഞ്ഞിട്ടുണ്ട്, കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ വളരെ അത്യാവശ്യമാണ്. അത് ശരിയായ സമയത്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അവരെ രോഗങ്ങളിൽ നിന്ന് സുരക്ഷിതരാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം 7ാമത്തെ ദിവസം ലസോട്ട, 14ാം ദിവസം IBD വാക്സിൻ, വീണ്ടും 21ാമത്തെ ദിവസം ലസോട്ട, 28ാമത്തെ ദിവസം വീണ്ടും IBD. ഇതാണ് ഞാൻ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്ന വാക്സിനേഷൻ ഷെഡ്യൂൾ കേട്ടോ. ഞാനിതാ ഇവിടെ അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ വന്നതാണ് വാക്സിനും മരുന്നുകളൊക്കെ വാങ്ങാനായിട്ട്. ഞാൻ സ്ഥിരമായിട്ട് മരുന്ന് വാങ്ങുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയതും ഗുണമേന്മയുള്ളതുമായ വാക്സിനുകൾ തന്നെ ഉപയോഗിക്കുക കേട്ടോ. അപ്പം എനിക്ക് വേണ്ട മരുന്നുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാനെല്ലാം ഒരുമിച്ചാണ് വാങ്ങിയത്. അവർ കവറിൽ ഐസൊക്കെ ഇട്ട് അതിനുള്ളിലാണ് മരുന്ന് സെറ്റ് ചെയ്ത് തന്നത്. ചില വാക്സിനുകൾക്ക് തണുപ്പ് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഞാൻ 4 വാക്സിനും ഒരുമിച്ചാണ് വാങ്ങിയത്. ഈ ഒരു ബോട്ടിലുള്ള മരുന്ന് നമുക്ക് ആ ഒരു വാക്സിനിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ കോഴികൾക്ക് കൊടുക്കാനായിട്ട്. അവരെനിക്ക് ഈ ഒരു കവറിനകത്ത് ഐസൊക്കെ ഇട്ടിട്ടാണ് തന്നത്. പക്ഷേ വീട്ടിലെത്തിയപ്പോഴേക്കും ഐസൊക്കെ അലിഞ്ഞ് വെള്ളമായിട്ടുണ്ട്. പക്ഷേ തണുപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ പോയിട്ടില്ല. ഈ ഒരു വാക്സിന് തണുപ്പ് നിർബന്ധമാണ് കേട്ടോ. അതുപോലെ ആ ഒരു ഗ്രീൻ കളർ കാണുന്നില്ലേ, അത് IBD ആണ്. ഇതാണ് കേട്ടോ IBD. അതുപോലെ ആ ഒരു ഗ്രേ കളറിൽ കാണുന്ന ഇതാണ് ലസോട്ട. 2 ലസോട്ടയും 2 IBD ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഈ ഒരു 4 വാക്സിൻ വാങ്ങാനായിട്ട് ഞാൻ 190 രൂപയാണ് കൊടുത്തത്. അതുപോലെ ഈ വാക്സിനിൽ ഒഴിക്കാനുള്ള ഈ ഒരു മരുന്നുണ്ടല്ലോ, അത് ഫ്രിഡ്ജിനകത്ത് വെക്കണമെന്നില്ല. അതിന് തണുപ്പിൻ്റെ ഒരാവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ രാത്രിയാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ശരിക്കും രാവിലെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ രാവിലെ നമുക്ക് അടുക്കളയിൽ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് രാവിലെ കൊടുക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ രാത്രിയാകുമ്പോൾ മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ രാത്രി കൊടുക്കുന്നത്. അത് മാത്രമല്ല, മെഡിസിന് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ കോഴികൾക്ക് കൊടുക്കണം. അല്ലാതെ മെഡിസിൻ എടുത്ത് പൊട്ടിച്ച് നമ്മൾ പിന്നെ മിക്സൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെച്ച് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാൻ അങ്ങനെ കഴിയില്ല കേട്ടോ. എപ്പോഴാണോ നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ കഴിയുന്നത് ആ ഒരു സമയത്ത് മാത്രമേ അത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കോഴികൾക്ക് കൊടുക്കണം. പിന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അതങ്ങനെ എടുത്ത് വെക്കാനൊന്നും പാടില്ല കേട്ടോ. അത് കളയാന്നല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല. അപ്പം നിങ്ങൾ വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ കഴിയുന്നതും അതിരാവിലെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. എനിക്ക് ആ ഒരു സമയത്ത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ട് രാത്രിയാണ് അവർക്ക് കൊടുക്കാറ്. പിന്നെ കഴിയുന്നതും ഉച്ചയ്ക്ക് ആ ഒരു വെയിൽ സമയത്തൊക്കെ കൊടുക്കാതിരിക്കുക കേട്ടോ. കാരണം വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ചില കോഴികൾക്കൊക്കെ ചെറിയൊരു ക്ഷീണമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും അതിരാവിലെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ എഴുതിയത് 100 കോഴികൾക്ക് കൊടുക്കാമെന്നാണ്. പക്ഷേ 100 കോഴികൾക്കൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഒരു 50-60 കോഴികൾ വരെ കൊടുക്കാം. അതിലപ്പുറത്തേക്ക് നമുക്ക് അത്ര ഇങ്ങോട്ട് കിട്ടില്ല. പക്ഷേ എന്നാലും 100 കോഴികൾക്കൊന്നും എന്തായാലും അത് തികയില്ല. അപ്പോൾ 100 കോഴികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 2 ലസോട്ട നിർബന്ധമായിട്ടും വാങ്ങണം കേട്ടോ. ഒരു ബോട്ടിൽ കൊണ്ട് നിങ്ങൾക്ക് എവിടെ എത്തില്ല. ഞാൻ സാധാരണയായിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് എൻ്റെ കോഴികൾക്ക് വാക്സിനൊക്കെ കൊടുത്ത് തീർക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് സമയം എടുക്കും കേട്ടോ. അത് മറ്റൊന്നല്ല, നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരണമല്ലോ. അപ്പം എനിക്ക് സഹായത്തിന് ആളെ ആവശ്യമുണ്ട്. സാധാരണ ഞാൻ എൻ്റെ കോഴികളുടെ കാര്യത്തിന് ആരെയും ബുദ്ധിമുട്ടിക്കാറില്ലേ. അപ്പം എനിക്ക് വീഡിയോ എടുത്തിരുന്നത് നന്ദുവാണ്. അതുപോലെ സഹായത്തിന് വന്നേക്കുന്നത് സിദ്ധുട്ടനുമാണ് കേട്ടോ. പിന്നെ മക്കൾ 2 കൂടിയാണ് എനിക്ക് എല്ലാ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു തരാറ്. എനിക്ക് സ്റ്റാൻഡില്ല. സ്റ്റാൻഡുണ്ട്, എൻ്റേതൊരു കുഞ്ഞ് സ്റ്റാൻഡാണ്. കുക്കിംഗ് ചാനലിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞ് സ്റ്റാൻഡാണ്. അതെനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതായിരുന്നു. പിന്നെ വലിയ സ്റ്റാൻഡില്ല കേട്ടോ. അപ്പം ഐറ്റാലൊരെണ്ണം വാങ്ങണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ സാധാരണ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അടുക്കളയിൽ നിന്ന് വാക്സിനും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നേരെ കോഴിക്കൂട്ടിൽ വരും. അപ്പം ഞാൻ പിടിച്ച് ഈ ഒരു ബോക്സിലേക്ക് ഇടുന്ന ആ ഒരു സമയത്ത് തന്നെ അതിന് ആ ഒരു വാക്സിൻ കൊടുക്കാറുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടാണ് ഇവരെ ഞാനിപ്പോൾ പിടിച്ച് ബോക്സിലേക്ക് ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കലും മരുന്ന് കൊടുക്കലും എല്ലാം കൂടി ഈ ഒരു കൂട്ടുന്ന നടക്കില്ല കേട്ടോ. രാത്രിയും കൂടി ആയതുകൊണ്ട് വെളിച്ചം വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ എമർജൻസി ഒക്കെ കത്തിച്ചിട്ടാണ് അത്യാവശ്യം വെളിച്ചം കിട്ടിയത്. ഇതിപ്പം ഡേ 7 ആയതുകൊണ്ടാണ് ഇവർ നല്ല
കുട്ടികളായിട്ട് അടങ്ങി ഒതുങ്ങി ആ ഒരു ബോക്സിൽ ഇരിക്കുന്നതേ. ഡേ 28 ഒക്കെ ആവുന്ന സമയത്ത് നമുക്കിവരെ പിടിച്ചാലേ കിട്ടില്ല കേട്ടോ. ആ ഒരു സമയത്തൊക്കെ ഇവർക്ക് വാക്സിൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ആ ഒരു സമയത്ത് ഞാൻ ചെറുതായിട്ടൊരു ട്രിക്ക് ചെയ്യാറുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇവർക്ക് വാക്സിൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ രാവിലെയാണ് നല്ലത്. എനിക്ക് രാവിലെ പറ്റാത്തത് കൊണ്ട് ഞാൻ രാത്രി കൊടുക്കുന്നു എന്ന് മാത്രം കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി പണി കൂടുതലാണ് എന്ന് മാത്രം, അല്ലാതെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ബോക്സിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ അവർക്ക് വാക്സിൻ കൊടുക്കുന്നത് കൊണ്ട് പണി പെട്ടെന്ന് കഴിയാറുണ്ട്. ഇതിപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനുള്ളത് കൊണ്ട് വാക്സിനൊന്നും ഞാൻ റെഡിയാക്കി വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ എപ്പോഴാണോ കോഴികൾക്ക് വാക്സിൻ കൊടുക്കുന്നത് ആ ഒരു സമയത്ത് മാത്രമേ അത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇവരെയൊക്കെ ബോക്സിലാക്കിയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് വേണം എനിക്ക് ആ ഒരു വാക്സിന് എടുത്തുകൊണ്ട് വരാനായിട്ടേ. അപ്പം നന്ദു പറഞ്ഞു അവനെ വീഡിയോയിൽ കാണിക്കാറില്ല, എപ്പോഴും സിദ്ധുട്ടൻ മാത്രമാണ് വീഡിയോയിൽ വരുന്നത് എന്നുള്ളത്. അങ്ങനെ സിദ്ധുട്ടനെ ക്യാമറാമാൻ ആക്കിയിട്ട് ഇതാ നന്ദു ബോക്സൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. കോഴിക്കുഞ്ഞുങ്ങളെ മുഴുവനായിട്ട് ആ ഒരു ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ കൂടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുണ്ടേ. അപ്പം കൂട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം. ആദ്യം നമുക്ക് ഇവർക്ക് എല്ലാവർക്കും വാക്സിൻ കൊടുക്കാം. മക്കൾ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ പകുതി പണി കുറഞ്ഞു കിട്ടി. കാരണം വീഡിയോയുടെ കാര്യം അവരങ്ങ് നോക്കിക്കോളും. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തിൽ കോഴിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാമല്ലോ. ഇനി നമുക്ക് ഇവർക്കുള്ള വാക്സിനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിതാ ഫ്രിഡ്ജിൽ നിന്ന് അവർക്കുള്ള വാക്സിൻ എടുക്കുന്നുണ്ട്. അപ്പം 7ാമത്തെ ദിവസം നമ്മൾ ലെസോട്ടയാണ് കൊടുക്കുന്നത്. ഞാനിതാ ലെസോട്ട എടുത്തിട്ടുണ്ട്. ലെസോട്ടയുടെ കൂടെ മിക്സ് ചെയ്യാനുള്ള മരുന്നും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് കോഴികൾക്ക് കൊടുക്കാനായിട്ട്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാക്സിനുകളിൽ ഒന്നാണ് കേട്ടോ ലെസോട്ട വാക്സിന്. ഇത് കൊടുക്കുന്നത് പ്രധാനമായിട്ടും റാണിഖേദ് എന്ന അപകടകരമായ രോഗത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കാനാണ്. ഈ രോഗം വന്നാൽ കോഴികൾക്ക് ശ്വാസം മുട്ടുക, അതുപോലെ ഭക്ഷണം കഴിക്കാൻ താല്പര്യം കുറയുക, അതുപോലെ പെട്ടെന്ന് മരണം വരെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ലെസോട്ട വാക്സിന് ഒരു ലൈവ് വാക്സിനാണ്. അതായത് ചെറിയ തോതിൽ വൈറസ് ഉപയോഗിച്ച് കോഴിയുടെ ശരീരത്തിൽ പ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഈ ഒരു വാക്സിൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ റാണിഖേദ് രോഗത്തിൽ നിന്ന് ശക്തമായ സംരക്ഷണം ലഭിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് കോഴികൾക്ക് ലെസോട്ട വാക്സിൻ കൊടുക്കുന്നതെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മരുന്നുകൾ മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ കോഴികൾക്ക് കൊടുക്കാനായിട്ട് കേട്ടോ. അതുപോലെ ഈ ഒരു വാക്സിൻ കൊടുത്താൽ കോഴിക്കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് ഒരുപാട് കുറയുകയും അതുപോലെ കോഴികളുടെ വളർച്ചയും ഹെൽത്തും നന്നായിട്ട് മെച്ചപ്പെടുകയും ചെയ്യേ. ഈ ഒരു വാക്സിൻ കൊടുക്കുന്നത് വഴി വലിയൊരു നഷ്ടം തന്നെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. തെറ്റായി കൊടുത്താൽ നമുക്കതിൻ്റെ ഫലം കിട്ടില്ല കേട്ടോ. കൂളിംഗ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വാക്സിൻ കൊടുക്കുന്നതിൽ ഒരു കാര്യമില്ല, അത് വർക്ക് ചെയ്യില്ല. എക്സ്പയറി ആയ വാക്സിന് ഒരിക്കലും ഉപയോഗിക്കരുത്. അതുകൊണ്ട് വാങ്ങുമ്പോൾ ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ വാങ്ങാനായിട്ട്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് ലെസോട്ട 3 രീതികളിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. 1. വാക്സിൻ വെള്ളത്തിൽ കലക്കി കൊടുക്കുക. 2. ഓരോ കുഞ്ഞിനും കണ്ണിൽ അല്ലെങ്കിൽ മൂക്കിൽ ഓരോ തുള്ളി വീതം കൊടുക്കാം. 3. സ്പ്രേ മെത്തേഡാണ്. അതായത് വലിയ ഫാമുകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. ചെറിയ ഫാമുകളിലൊന്നും അങ്ങനെ സ്പ്രേ മെത്തേഡ് ഉപയോഗിക്കാറില്ല. ഞാൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിന് സാധാരണ കണ്ണിലോ അല്ലെങ്കിൽ മൂക്കിലോ തുള്ളിയായിട്ടാണ് കൊടുക്കാറ്. എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ടും അതുപോലെ ഈസി ആയിട്ടും തോന്നിയത് അതാണേ. വാക്സിൻ വെള്ളത്തിലൊക്കെ കലക്കി കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. വെള്ളത്തിൽ മരുന്ന് മിക്സ് ചെയ്യുമ്പം ക്ലോറിൻ ഇല്ലാത്ത വെള്ളം വേണം നമ്മൾ ഉപയോഗിക്കാൻ. ക്ലോറിൻ ഉള്ള വെള്ളമാണെങ്കിൽ നമുക്ക് 8ൻ്റെ പണി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, മെഡിസിൻ കലക്കിയ വെള്ളം കോഴിക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുന്നേ തന്നെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന സാധാ നോർമൽ വെള്ളം ഉണ്ടല്ലോ അത് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. അതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കുഞ്ഞുങ്ങൾ കുടിച്ചു തീർക്കണം. എല്ലാ കുഞ്ഞുങ്ങളും വെള്ളം കുടിക്കുന്നുണ്ടോ, അവർക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് കണ്ണിലും മൂക്കിലും കൊടുക്കുന്നതാണ് കേട്ടോ. അതാവുമ്പം പെട്ടെന്ന് നമ്മുടെ പണിയും കഴിയും. ശരിക്കും അതിരാവിലെയാണ് ബെസ്റ്റ് ടൈം വാക്സിൻ കൊടുക്കാനായിട്ട്. പക്ഷേ എനിക്ക് ആ ഒരു സമയത്ത് പറ്റില്ലല്ലോ, നമുക്ക് അടുക്കളയിൽ പണിയില്ലേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും രാത്രിയാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത്. ഈ ഒരു വാക്സിന് കൊടുക്കുന്നത് കൊണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്കൊരിക്കലും അസുഖം വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ വാക്സിൻ കൊടുത്താൽ ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും. ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലും അത് വലിയ പ്രശ്നമാകാതെ മരുന്ന് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് മാറിക്കിട്ടും.
കാരണം കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആയിരിക്കും കേട്ടോ. പക്ഷേ വാക്സിൻ കൊടുത്തിട്ടില്ലെങ്കിൽ അസുഖം വന്നാൽ അത് പെട്ടെന്ന് സ്പ്രെഡാവും, മറ്റ് കോഴികൾക്ക് പകരാനും ചിലപ്പോൾ കൂട്ടത്തോടെ മരണം വരെ സംഭവിക്കാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും വാക്സിന് നിർബന്ധമായിട്ടും കൊടുക്കുക. എന്നെപ്പോലെ കോഴീനെ വളർത്തുന്ന ആളുകൾ, അതായത് 10ഉം 50ഉം 100ഒക്കെ വളർത്തുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു കോഴിക്ക് ഒരു അസുഖങ്ങൾ വന്നാൽ പെട്ടെന്ന് മറ്റു കോഴികൾക്കും അത് സ്പ്രെഡാവും. പിന്നെ നമ്മൾ എത്ര മരുന്ന് കൊടുത്തിട്ടും കാര്യമല്ല, കോഴികൾക്ക് അസുഖങ്ങൾ വന്നാൽ കൂടുതലായിട്ടും അത് ചത്തു പോകാനാണ് സാധ്യത. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ കോഴീനെ വളർത്തിയ സമയത്ത് തുടക്കത്തിലൊന്നും ഞാനിങ്ങനെ വാക്സിനോ മെഡിസിനോ സപ്ലിമെൻറ്റ്സോ ഒന്നും എൻ്റെ കോഴികൾക്ക് കൊടുക്കാറില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അവർക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഞാനൊരു ആവേശത്തിൻ്റെ പുറത്ത് കോഴീനെ വാങ്ങിക്കൊണ്ട് വന്നതാണല്ലോ. പിന്നെ ആളുകൾ ചോദിച്ച് വരാൻ തുടങ്ങിയപ്പോഴാണല്ലോ നമ്മൾ ഇൻക്യുബേറ്ററൊക്കെ വാങ്ങിയിട്ട് കോഴികളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് വന്നത്. ആ ഒരു സമയത്തും എനിക്കറിയില്ലായിരുന്നു ഇവർക്ക് എന്താണ് കറക്റ്റ് ആ ഒരു ഒരു 7 ദിവസം തൊട്ട് അവർക്ക് കറക്റ്റായിട്ട് കൊടുക്കേണ്ട മെഡിസിൻസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഇവർക്ക് അസുഖങ്ങൾ വരാൻ തുടങ്ങി, ഇവരുടെ വെയിറ്റ് കുറഞ്ഞു, അതുപോലെ ഫുഡ് കഴിക്കുന്നില്ല, കാഷ്ടത്തിനൊക്കെ പച്ച കളറ്, അങ്ങനെ പല പ്രശ്നങ്ങളും വന്ന സമയത്താണ് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഞാനും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഒരുപാട് മരുന്നുകളൊക്കെ വാങ്ങി കൊടുത്തു. അതുപോലെ മൃഗാശുപത്രിയിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെയാണ് ഒരുപാട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചത്. ഇതുപോലെ എന്തോ ഒരു മെഡിസിൻ ഞാൻ വാങ്ങാൻ പോയ സമയത്താണ് ആ കടയിലെ ആ ഒരു ഷോപ്പിലെ ചേട്ടൻ എന്നോട് പറയുന്നത്, ഇങ്ങനെ ഈ പ്രായത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇന്ന വാക്സിനും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കോഴികൾക്ക് വാക്സിൻ കൊടുക്കാൻ തുടങ്ങിയത്. അതിനുശേഷം എല്ലാ കോഴികൾക്കും ഞാൻ വാക്സിൻ കൊടുത്തിട്ടുണ്ട്. വാക്സിൻ മാത്രമല്ല, 45 ദിവസം കഴിഞ്ഞാൽ അവർക്ക് വിര ഇളക്കാറുണ്ട്, അതുപോലെ R2B ഇഞ്ചക്ഷനും കൊടുക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഓരോ കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്കും ഞങ്ങൾ കോഴികളെ എത്തിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും കോഴീനെ വളർത്താൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ കോഴികൾക്ക് ഓരോ പ്രായത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ തുടക്കത്തിലൊക്കെ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതായത് നമുക്കറിയില്ലല്ലോ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ, അപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഓരോ കാര്യങ്ങളും പതിയെ പതിയെ പഠിച്ചെടുത്ത് പിന്നീട് അതെല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും. നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ അതിൻ്റെ ഏതറ്റം വരെയും പോകണം, എങ്കിലേ അതിൽ നമ്മൾ വിജയിക്കുള്ളൂ. നമുക്കറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് അറിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യണം. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു വാക്സിൻ കൊടുത്താൽ അസുഖങ്ങൾ വരില്ല, അല്ലെങ്കിൽ കോഴികളൊന്നും ചത്തുപോവില്ല, അങ്ങനെയൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം കാലാവസ്ഥേൻ്റെ മാറ്റമൊക്കെ അനുസരിച്ച് കോഴികളിൽ പല അസുഖങ്ങളും വരാം. പക്ഷേ ഈ ഒരു വാക്സിൻ കൊടുത്താൽ നമുക്ക് ചെറിയ ചെറിയ മരുന്നുകളൊക്കെ കൊടുത്താൽ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഗുണം. പിന്നെ വലിയ വലിയ ഫാമുകളിലൊക്കെ അവർ ഇതുപോലെയുള്ള വാക്സിനൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ 100, 200 എന്ന രീതിയിലൊക്കെ കോഴികളെ വളർത്തുന്നവർക്കും ഈ വാക്സിനുകളെല്ലാം നിർബന്ധമാണ്. കാരണം ഒരു കോഴിക്ക് രോഗം വന്നാൽ അത് വളരെ വേഗത്തിൽ മറ്റുള്ള കോഴികളിലേക്കും പടരും. അത് വലിയൊരു നഷ്ടത്തിന് കാരണമാകും. അതുകൊണ്ട് വാക്സിനുകളൊന്നും കഴിയുന്നതും ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. ഇനി നിങ്ങൾ വീട്ടാവശ്യത്തിന് 5, 10 കോഴികളെ വളർത്തുന്നവരാണെങ്കിലും വാക്സിന് കൊടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല, നല്ലതാണ്. നിങ്ങളുടെ അടുത്തുള്ള വെറ്റിനറി ആശുപത്രിയിൽ പോയാൽ മതി, അവിടുന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവർ വാക്സിൻ ചെയ്തു തരുന്നതാണ്. ആദ്യ കാലങ്ങളിലൊക്കെ അവർ ഇങ്ങനെ വീടുകളിൽ വന്നിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം തുടക്കത്തിലൊക്കെ ഞാൻ കോഴീനെ വളർത്തുന്നതിൻ്റെ മുന്നൊക്കെ ഇങ്ങനെ അയൽ വീട്ടുകളിലൊക്കെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ കാണാറില്ല. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. അപ്പോൾ അടുത്ത് 5-6 വീടുകളൊക്കെ അടുപ്പിച്ച് കോഴികളുണ്ടെങ്കിൽ നിങ്ങളൊരു ദിവസം അവരെ കൂട്ടിക്കൊണ്ട് വന്നാൽ അവർ വാക്സിനൊക്കെ കൊടുത്തിട്ട് അവരങ്ങ് പോയിക്കോളും. വാക്സിനൊക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊന്നും വാങ്ങി കോഴികൾക്ക് കൊടുക്കാതിരിക്കുക. നമ്മളിപ്പോൾ പെട്ടെന്നൊക്കെ തിരക്ക് കൂട്ടി പോയി വാങ്ങുന്ന സമയത്ത് ചിലപ്പം അതിൽ ഡേറ്റും കാര്യങ്ങളൊന്നും നോക്കണമെന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നന്നായിട്ട് തിരക്കുള്ള മെഡിക്കൽ ഷോപ്പിൽ തന്നെ മരുന്നുകൾ വാങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പം ഈ ഒരു മെഡിസിന് 2 ദിവസം മുന്നേ ഞാൻ അവിടെ പോയിരുന്നു. പക്ഷേ അവിടെ ഇല്ലായിരുന്നു കേട്ടോ സാധനം. അവർ പറഞ്ഞു ലസോട്ടി IBD ഒക്കെ തീർന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പിന്നെയും പോയതാണ്. 2ാമത്തെ പ്രാവശ്യം പോയപ്പോഴാണ് എനിക്കൊരു മെഡിസിനും കാര്യങ്ങളൊക്കെ കിട്ടിയത്.
അതുപോലെ ഫ്രിഡ്ജിലാണ് ഞാൻ ഈ ഒരു മെഡിസിൻ സൂക്ഷിച്ചത്. ഡോറിൻ്റെ മുകളിൽ വെക്കുക കേട്ടോ. നമുക്ക് ഡോറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ എവിടെ വേണേൽ വെക്കുക, ഫ്രീസറിൽ വെക്കരുത്. ഫ്രീസർ അല്ലാതെ നമുക്ക് ഫ്രിഡ്ജിലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഈ ഒരു മെഡിസിൻ വെക്കാം. അതുപോലെ കുട്ടികളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. മെഡിസിനൊക്കെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് പോയിട്ട് അവരെടുത്ത് തുറന്ന് കഴിക്കരുത്. അപ്പോൾ അത്രയും നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അതിൽ ഒഴിക്കേണ്ട ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അതും കുട്ടികൾക്ക് കിട്ടാത്ത രീതിയിൽ വേണം നിങ്ങൾ എടുത്ത് വെക്കാൻ. ആ ഒരു പിങ്ക് കളർ കാണുന്ന സമയത്തൊക്കെ അവരത് എടുത്തിട്ട് വായിലിടാനൊക്കെ സാധ്യത ഉണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ ബോട്ടിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആ കുട്ടികൾക്കൊക്കെ വാക്സിനും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ കൂടൊക്കെ ക്ലീൻ ചെയ്തു, പേപ്പറൊക്കെ വിരിച്ച് ഒക്കെ സെറ്റായിട്ടുണ്ട്, വെള്ളമൊക്കെ കൊടുത്തു, ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി ഈ ഒരു ബോക്സും കൂടി ക്ലീൻ ചെയ്താൽ എൻ്റെ ഇന്നത്തെ പണി കഴിഞ്ഞു. ഞാനിപ്പോൾ കോഴികൾക്ക് വാക്സിൻ കൊടുത്തത് തിങ്കളാഴ്ചയാണ്. അങ്ങനെ 4ാമത്തെ തിങ്കളാഴ്ച വരുന്ന സമയത്ത് നമ്മുടെ വാക്സിന് കംപ്ലീറ്റ് ആവുകയെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളും എന്നെപ്പോലെ കോഴീനൊക്കെ വളർത്തുന്ന ആളുകളാണോ? നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കോഴികൾക്ക് വാക്സിനൊക്കെ കൊടുക്കാറുണ്ടോ? എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാട്ടോ. ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ കോഴിമക്കൾക്ക് വാക്സിൻ കൊടുക്കുന്ന സമയത്ത് അവർക്ക് വാക്സിൻ കൊടുത്തിട്ട് അടുത്ത കൊട്ടയിലേക്ക് അവരെ ഇങ്ങനെ ഇടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സമയത്ത് ഞാൻ കുറച്ച് സ്പീഡിൽ എടുത്തിടുന്നത് പോലെയാണ് ഫീൽ ചെയ്യുക. പക്ഷേ ഞാൻ വീഡിയോയ്ക്ക് സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ. വീഡിയോയ്ക്ക് സ്പീഡ് കൂട്ടിയത് കൊണ്ടാണ് അതങ്ങനെ. പക്ഷേ ഞാൻ അവരെ കൊട്ടയിലേക്ക് മെല്ലെയാണ് കേട്ടോ ഇടുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രം.